പാലക്കാട് പല്ലാവൂരുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് വാമല. ഈവനിങ് ടൈമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. ഒരു മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. ഹൃദയം കുഞ്ഞിരാമായണത്തിന്റെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു പ്ലേസിലാണ്. എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പ്ലേസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡ്രോയിങ് ഇവിടെ തന്നെ ആക്കാന്ന് വരും. ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഇടയ്ക്ക് വന്നിരിക്കാനുള്ള പ്ലേസ് കൂടിയാണിത്. അതെന്റെ വീടിന്റെ അടുത്തായതുകൊണ്ട് മാത്രമല്ല, ഇവിടെ വന്നിരിക്കുമ്പോൾ എല്ലാം മറന്ന് നമ്മൾ ഈ ബിസി ലൈഫിൽ നിന്നെല്ലാം വിട്ടുന്ന് ഭയങ്കര റിലാക്സ് ആണ്. ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ചെറിയൊരു കുന്നിന്റെ മേലെ ആയിട്ടൊരു അമ്പലം, മൊത്തത്തിൽ കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ്. ഈ ക്ഷേത്രത്തിന് ഏകദേശം 300 വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. മൃതസഞ്ജീവിനി കൊണ്ടുപോകുന്ന ഹനുമാന്റെ കാൽപാദം ഈ മലയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നൊരു ഐതിഹ്യം വാമലയ്ക്കുണ്ട് കേട്ടാ. ഈ കാണുന്നത് ഹനുമാന്റെ കാൽപാദം പതിഞ്ഞ അടയാളമാണെന്നാണ് പറയപ്പെടുന്നത്. കരുവോട്ട് വാമല എന്നാണ് ഈ മലയുടെ ശരിക്കുള്ള പേര്. അത് ചുരുങ്ങി വാമല എന്നാണ് എല്ലാവരും പറയുന്നത്. നല്ലൊരു സൺസെറ്റ് വ്യൂ പോയിന്റ് ആണ് വാമല. ഇവിടെ നിന്ന് നോക്കിയാൽ നെല്ലിയാമ്പതി ഹിൽസ് ഒക്കെ കാണാൻ പറ്റും. നൈസാണ്. ഫ്രണ്ട്സിന്റെ കൂടെയും ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ കുറച്ചു നേരം പീസ്ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. ഞാനിവിടെ ഇരുന്ന് ഈ വ്യൂ ഒക്കെ കണ്ട് വരയ്ക്കുകയാണ്. ഇവിടെ ഇരുന്ന് വരയ്ക്കാൻ നല്ല രസമുണ്ട്. ഞാൻ ഇതുവരെ ഇവിടെ വന്നൊരു പിക്ചർ പോലും വരച്ചിട്ടില്ല. എന്തായാലും അടിപൊളി ആംബിയൻസ്. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ സമയം പോണത് അറിയില്ല. ഇവിടെ മഴ പെയ്യുമ്പോൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷെ മഴയൊക്കെ പോയി കഴിഞ്ഞാൽ വാമല കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളിയാണ്. മഴ പോയിട്ടുള്ള വിഷ്വൽസ് എല്ലാം നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുനോക്ക്. ഇവിടെ പിന്നെ എൻഗേജ്മെന്റ് ഷൂട്ട്, വെഡിങ് ഷൂട്ട്, സേവ് ദ ഡേറ്റ് ഷൂട്ട്, ഇതുപോലുള്ള ഷൂട്ടുകളൊക്കെ ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. മുരുകനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. മുരുകനെ കൂടാതെ അയ്യപ്പൻ, ഗണപതി, ദേവി, പിന്നെ ഇടുമ്പൻ എന്നിവരെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഐതിഹ്യങ്ങളെ പറ്റിയൊന്നും എനിക്ക് വലിയ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ പൂജാരിയോട് ചോദിച്ചറിഞ്ഞാണ് ഈ കാര്യങ്ങളൊക്കെ. നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളാരും പാലക്കാട് വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിൽ ഈ ഒരു സ്ഥലം കൂടെ ആഡ് ആയിക്കോട്ടെ. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.